JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം LD ടൈപ്പിസ്റ്റ് ടോപ്പിക് കണ്ടിന്യൂസ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ ഇന്ന് LD ടൈപ്പിസ്റ്റ് ടോപ്പിക് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ ആണ്. അതിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ക്ലാസ് നിങ്ങൾ എല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു. അതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിട്ടാണ് ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒക്ടോബർ 10-ാം തീയതി നമുക്കിടെ രണ്ടാമത്തെ മോഡൽ എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും നല്ല മത്സരത്തോടു കൂടി തന്നെ തയ്യാറെടുക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഈ ആദ്യത്തെ മോഡൽ എക്സാമിന് മാർക്ക് കുറഞ്ഞ എല്ലാവരും രണ്ടാമത്തെ മോഡൽ എക്സാമിന് 100% മാർക്ക് അല്ലെങ്കിൽ 90ക്ക് മുകളിൽ മാർക്കിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ന്യൂറോ startsmart is used to dash. Nero startsmart is used to dash. അതായത് ഡാഷിന് ന്യൂറോ സ്റ്റാർട്ട് സ്മാർട്ട് ഉപയോഗിക്കുന്നു. ഏതിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫോർമാറ്റ് HDD, ഓപ്ഷൻ ബി ബേൺ CD/DVD, ഓപ്ഷൻ സി ഫോർമാറ്റ് പെൻ ഡ്രൈവ്, ഓപ്ഷൻ ഡി ഫോർമാറ്റ് CD/DVD. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ന്യൂറോ സ്റ്റാർട്ട് സ്മാർട്ട് ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ബേൺ CD/DVD. അടുത്ത ക്വസ്റ്റ്യൻ. Name the device which allows LAN to operate without cable and wiring. Name the device which allows LAN to operate without cable and wiring. അതായത് കേബിളും വയറിങ്ങും ഇല്ലാതെ LAN പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന ഉപകരണത്തിന്റെ പേര് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബ്ലൂടൂത്ത്, ഓപ്ഷൻ ബി മോഡം, ഓപ്ഷൻ സി USB, ഓപ്ഷൻ ഡി വൈഫൈ. Name the device which allows LAN to operate without cable and wiring. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, വൈഫൈ. അടുത്ത ക്വസ്റ്റ്യൻ. Blu-ray utilizes a dash. Blu-ray utilizes a dash. Blu-ray ഉപയോഗിക്കുന്നു. എന്തിനാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബ്ലൂ ഗ്രീൻ ലേസർ, ഓപ്ഷൻ ബി ബ്ലൂ ഓറഞ്ച് ലേസർ, ഓപ്ഷൻ സി ബ്ലൂ റെഡ് ലേസർ, ഓപ്ഷൻ ഡി ബ്ലൂ വയലറ്റ് ലേസർ. Blu-ray utilizes, ഓപ്ഷൻ ഡി ആൻസർ, ബ്ലൂ വയലറ്റ് ലേസർ. Blu-ray utilizes ബ്ലൂ വയലറ്റ് ലേസർ. അടുത്ത ക്വസ്റ്റ്യൻ. A single layer Blu-ray disc can hold a dash. A single layer Blu-ray disc can hold a dash. അതായത് ഒരൊറ്റ പാളി ബ്ലൂറേ ഡിസ്കിന് പിടിക്കാനാകും. എന്ത്? ഓപ്ഷൻ എ 10 GB, ഓപ്ഷൻ ബി 25 GB, ഓപ്ഷൻ സി 50 GB, ഓപ്ഷൻ ഡി 60 GB. ഏതാണ്? എ സിംഗിൾ ലെയർ ബ്ലൂറേ ഡിസ്ക് ക്യാൻ ബി ഹോൾഡ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, 25 GB. അടുത്ത ക്വസ്റ്റ്യൻ. എ ഡബിൾ ലെയർ ബ്ലൂറേ ഡിസ്ക് ക്യാൻ ബി ഹോൾഡ്. എ ഡബിൾ ലെയർ ബ്ലൂറേ ഡിസ്ക് ക്യാൻ ബി ഹോൾഡ്. ഒരു ഡബിൾ ലെയർ ബ്ലൂറേ ഡിസ്ക് ഡാഷ് കൈവശം വയ്ക്കാം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 10 GB, ഓപ്ഷൻ ബി 25 GB, ഓപ്ഷൻ സി 50 GB, ഓപ്ഷൻ ഡി 60 GB. എ ഡബിൾ ലെയർ ബ്ലൂറേ ഡിസ്ക് ക്യാൻ ബി ഹോൾഡ്. ഓപ്ഷൻ സി ആണ് ആൻസർ, 50 GB. അടുത്ത ക്വസ്റ്റ്യൻ. Name the checklist that used for solving any problem is a dash. Name the checklist that used for solving any problem is a dash.
ഏതെങ്കിലും പ്രശ്നം പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ചെക്ക് ലിസ്റ്റിന് പേര് നൽകുക. എന്താണ് പേര്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇൻസ്റ്റാളേഷൻ പ്ലാന്, ഓപ്ഷൻ ബി കോൺഫിഗറേഷൻ പ്ലാന്, ഓപ്ഷൻ സി മെയിൻ്റനൻസ് പ്ലാന്, ഓപ്ഷൻ ഡി ട്രബിൾ ഷൂട്ടിംഗ് പ്ലാന്. Name the checklist that used for solving any problem is option D and answer troubleshooting plan. Other question. Which record should be included in troubleshooting plan? Which record should be included in troubleshooting plan? അതായത് ട്രബിൾ ഷൂട്ടിംഗ് പ്ലാനിൽ ഏത് റെക്കോർഡ് ഉൾപ്പെടുത്തണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അപ്ഗ്രേഡേഷൻ റെക്കോർഡ്, ഓപ്ഷൻ ബി സമ്മറൈസ്ഡ് റെക്കോർഡ്, ഓപ്ഷൻ സി മെയിൻ്റനൻസ് റെക്കോർഡ്, ഓപ്ഷൻ ഡി കോൺഫിഗറേഷൻ റെക്കോർഡ്. വിച്ച് റെക്കോർഡ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ട്രബിൾ ഷൂട്ടിംഗ് പ്ലാൻ? ഓപ്ഷൻ സി ആണ് ആൻസർ, മെയിൻ്റനൻസ് റെക്കോർഡ്. അടുത്ത ക്വസ്റ്റ്യൻ. Which record has the details of the hardware installed in the PC when it is installed? Which record has the details of the hardware installed in the PC when it is installed? ഏത് രേഖയിലാണ് ഹാർഡ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പി സിയിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അപ്ഗ്രേഡേഷൻ റെക്കോർഡ്, ഓപ്ഷൻ ബി സമ്മറൈസ്ഡ് റെക്കോർഡ്, ഓപ്ഷൻ സി മെയിൻ്റനൻസ് റെക്കോർഡ്, ഓപ്ഷൻ ഡി കോൺഫിഗറേഷൻ റെക്കോർഡ്. വിച്ച് റെക്കോർഡ് ഹാസ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഹാർഡ്വെയർ ഇൻസ്റ്റാൾഡ് ഇൻ ദ പി സി when it is installed? Option C ആണ് ആൻസർ, മെയിൻ്റനൻസ് റെക്കോർഡ്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following will come under the system configuration? Which of the following will come under the system configuration? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? ഇനി പറയുന്നവയിൽ ഏതാണ് സിസ്റ്റം കോൺഫിഗറേഷന്റെ കീഴിൽ വരുന്നത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കോൺഫിഗറേഷൻ ഓഫ് 1/0 പെരിഫറൽസ് only, option B configuration of secondary devices only, option C configuration of network devices used with PC, option D configuration of processor, memory, HDD, DVD, OS version and I/O parts. Which of the following will come under the system configuration? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, കോൺഫിഗറേഷൻ ഓഫ് പ്രോസസർ, മെമ്മറി, HDD, DVD, OS version and I/O parts. അടുത്ത ക്വസ്റ്റ്യൻ. When is the maintenance record to be updated? When is the maintenance record to be updated? അതായത് ഈ മെയിൻ്റനൻസ് റെക്കോർഡ് എപ്പോഴാണ് പുതുക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇയർലി വൺസ്, ഓപ്ഷൻ ബി മന്ത്ലി വൺസ്, ഓപ്ഷൻ സി 6 months വൺസ്, ഓപ്ഷൻ ഡി each time any maintenance work is carried over on PC. When is the maintenance record to be updated? Option D ആണ് ആൻസർ, each time any maintenance work is carried over on PC. അടുത്ത ക്വസ്റ്റ്യൻ. What is the solution when a functioning PC goes slow down? What is the solution when a functioning PC goes slow down? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? പ്രവർത്തിക്കുന്ന ഒരു പി സി വേഗത കുറയുമ്പോൾ എന്താണ് പരിഹാരം? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇൻസ്റ്റാളിങ്, ഓപ്ഷൻ ബി ഫോർമാറ്റിംഗ്, ഓപ്ഷൻ സി കോൺഫിഗറിങ്, ഓപ്ഷൻ ഡി optimization. What is the solution when a functioning PC goes slow down? Option D ആണ് ആൻസർ, optimization. അടുത്ത ക്വസ്റ്റ്യൻ.
optimize the BIOS and boot processes? How do you optimize the BIOS and boot process? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? നിങ്ങൾ എങ്ങനെയാണ് ബയോസും ബൂട്ട് പ്രക്രിയയും ഒപ്റ്റിമൈസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സ്കാൻ ഡിസ്ക്, ഓപ്ഷൻ ബി ആഡിങ് റാം, ഓപ്ഷൻ ബി defragmentation, option D enabling system catching or using the quick post processor. How do you optimize the BIOS and boot process? Option D an answer, enabling system catching or using the quick post processor. Other question. How do you optimize the hard disk? How do you optimize the hard disk? Hard disk എങ്ങനെ optimize ചെയ്യാം? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഡിസ്ക് റിപ്പയറിംഗ്, ഓപ്ഷൻ ബി ഡിസ്ക് ഫോർമാറ്റിംഗ്, ഓപ്ഷൻ സി ഡിസ്ക് പാർട്ടീഷനിങ്, ഓപ്ഷൻ ഡി സ്കാൻ ഡിസ്ക് ആൻഡ് defragmenter utilities. How do you optimize the hard disk? Option D an answer, scan disk and defragmenter utilities. Other question. Which is used to check a hard disk for errors and repair them? Which is used to check a hard disk for errors and repair them? എന്താണ് ആ ചോദ്യത്തിന് അർത്ഥം? എന്താണ്? പിശകുകൾക്കായി ഒരു ഹാർഡ് ഡിസ്ക് പരിശോധിക്കാനും അവ നന്നാക്കാനും ഇത് ഉപയോഗിക്കുന്നു. ഏത് ഉപയോഗിക്കുന്നു? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ റിപ്പയറിംഗ്, ഓപ്ഷൻ ബി സ്കാൻ ഡിസ്ക്, ഓപ്ഷൻ സി ഫോർമാറ്റിംഗ്, ഓപ്ഷൻ ഡി പാർട്ടീഷനിങ്. വിച്ച് ഈസ് യൂസ്ഡ് ടു ചെക്ക് എ ഹാർഡ് ഡിസ്ക് ഫോർ എറേഴ്സ് ആൻഡ് റിപ്പയർ ദം? Option B an answer, scan disk. Other question. Which is used to remove unrecoverable areas of the usage table of the hard disk? Which is used to remove unrecoverable areas of the usage table of the hard disk? അതായത് ഹാർഡ് ഡിസ്കിന്റെ ഉപയോഗ പട്ടികയുടെ വീണ്ടെടുക്കാനാവാത്ത മേഖലകൾ നീക്കം ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു. ഏത് ഉപയോഗിക്കുന്നു? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫോർമാറ്റിംഗ്, ഓപ്ഷൻ ബി സ്കാൻ ഡിസ്ക്, ഓപ്ഷൻ സി പാർട്ടീഷനിങ്, ഓപ്ഷൻ ഡി റിപ്പയറിംഗ്. വിച്ച് ഈസ് യൂസ്ഡ് ടു റിമൂവ് അൺറിക്കവറബിൾ ഏരിയാസ് ഓഫ് ദ യൂസേജ് ടേബിൾ ഓഫ് ദ ഹാർഡ് ഡിസ്ക്? ഓപ്ഷൻ ബി an answer, സ്കാൻ ഡിസ്ക്. Other question. Why the scan disk utility removes the unrecoverable areas of the usage table in the hard disk? Why the scan disk utility removes the unrecoverable areas of the usage table in the hard disk? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? ഹാർഡ് ഡിസ്കിലെ ഉപയോഗ പട്ടികയുടെ വീണ്ടെടുക്കാനാവാത്ത മേഖലകള് സ്കാൻ ഡിസ്ക് യൂട്ടിലിറ്റി നീക്കം ചെയ്യുന്നത് എന്തുകൊണ്ട്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടു ഫോർമാറ്റ് എ ഹാർഡ് ഡിസ്ക്, ഓപ്ഷൻ ബി ടു സ്റ്റാർട്ടപ്പ് എ ഹാർഡ് ഡിസ്ക്, ഓപ്ഷൻ സി ടു പ്രിവെന്റ് ഫ്യൂച്ചർ എറേഴ്സ്, ഓപ്ഷൻ ഡി ടു പാർട്ടീഷൻ എ ഹാർഡ് ഡിസ്ക്? Why the scan disk utility removes the unrecoverable areas of the usage table in the hard disk? Option C an answer, to prevent future errors. Other question. Which utility organizes data file fragments into more optimized for faster access in hard disk? Which utility organizes data file fragments into more optimized for faster access in hard disk? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? ഏത് യൂട്ടിലിറ്റിയാണ് ഹാർഡ് ഡിസ്കില് വേഗത്തിൽ ആക്സസ് ചെയ്യുന്നതിനായി
ഡേറ്റ ഫയൽ ശകലങ്ങൾ കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സെപ്പറേറ്റർ, ഓപ്ഷൻ ബി അസംബ്ലർ, ഓപ്ഷൻ സി ഫ്രാഗ്മെന്റർ, ഓപ്ഷൻ ഡി defragmenter. Which utility organizes data file fragments into more optimized for faster access in hard disk? Option D and answer defragmenter. അടുത്ത ക്വസ്റ്റ്യൻ. How the hard disk is provided with faster access and less head movement? How the hard disk is provided with faster access and less head movement? ഹാർഡ് ഡിസ്ക് എങ്ങനെ വേഗത്തിലുള്ള ആക്സസും കുറഞ്ഞ തലചലനവും നൽകുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സെപ്പറേറ്റർ, ഓപ്ഷൻ ബി അസംബ്ലർ, ഓപ്ഷൻ സി ഫ്രാഗ്മെന്റർ, ഓപ്ഷൻ ഡി defragmenter. How the hard disk is provided with faster access and less head movement? Option D and answer defragmenter. അടുത്ത ക്വസ്റ്റ്യൻ. How do you optimize the expansion cards of motherboard? How do you optimize the expansion cards of motherboard? അതായത് മദർബോർഡിന്റെ വിപുലീകരണ കാർഡുകൾ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യും? അതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടു ഇൻസ്റ്റാൾ I/O controllers in any order. Option B to install I/O controllers reverse order. Option C to install I/O controllers in a correct order. Option D to install I/O controllers in your known order. ഏതാണ് ആൻസർ? How do you optimize the expansion card of the motherboard? Option C and answer to install I/O controllers in a correct order. അടുത്ത ക്വസ്റ്റ്യൻ. How do you speed up the processor in a motherboard? How do you speed up the processor in a motherboard? ഒരു മദർബോർഡിലെ പ്രോസസർ എങ്ങനെ വേഗത്തിലാക്കാം? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സർവീസ് ഇറ്റ് ആൻഡ് റീയൂസ്. ഓപ്ഷൻ ബി റീപ്ലേസ് ഇറ്റ് വിത്ത് ഓൾഡർ വൺ. ഓപ്ഷൻ സി റീപ്ലേസ് ഇറ്റ് വിത്ത് ഹയർ ലെവൽ പ്രോസസർ. ഓപ്ഷൻ ഡി റീപ്ലേസ് ഇറ്റ് വിത്ത് ന്യൂ വൺ ഓഫ് ദ സെയിം ലെവൽ. ഹൗ ഡു യു സ്പീഡ് അപ്പ് ദ പ്രോസസർ ഇൻ എ മദർബോർഡ്? ഓപ്ഷൻ സി ആണ് ആൻസർ റീപ്ലേസ് ഇറ്റ് വിത്ത് ഹയർ ലെവൽ പ്രോസസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.